ബൈക്ക് അപകടത്തിൽ കാലിന് ചലനശേഷി നഷ്ടപ്പെട്ട് 9 വർഷത്തോളം കട്ടിലായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശി ടോണി ആന്റണിയുടെ ജീവിതം. തൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചതിൻ്റെ 10ാം നാൾ നടന്ന അപകടത്തിൽ ഇയാളുടെ അരയ്ക്ക് താഴേക്കുള്ള ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. ഇത് ടോണിയുടെ കുടുംബത്തെ ഒന്നാകെ വലച്ചു. അച്ഛൻ ആന്റണിയുടെ ഇറച്ചിക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ഇവരുടെ പിന്നീടുള്ള ഏക ആശ്രയം. മകനെ പരിചരിക്കാൻ ഒടുവിൽ അച്ഛന് കച്ചവടം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ കഥയിലെ നായകന്മാരെ പോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ടോണി ആന്റണി ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു. ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി റോഡിൽ 5 വിളക്കിന് സമീപം പെരുമ്പായിൽ ഡക്ക് സെന്റർ എന്ന ഇറച്ചി വ്യാപാര കേന്ദ്രം ഇയാൾ ആരംഭിച്ചു. സഹപാഠികളും നാട്ടിലെ സുഹൃത്തുക്കളുമാണ് ടോണിയെ ഈ സംരംഭം തുടങ്ങാൻ സഹായിച്ചത്. ഞാനിപ്പം ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് 2014 ബൈക്ക് ആക്സിഡൻ്റ് ആയത്. ഇപ്പോൾ ഏകദേശം 9 കൊല്ലത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുശേഷമാണ് എനിക്ക് നിയോമോസിൽ നിന്നൊരു വീൽ ചെയർ കിട്ടിയത്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി തീർന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ ഏൺ ചെയ്തിരുന്നു. അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥലം എടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഫ്രണ്ട്സും കുടുംബക്കാരും ഫാമിലിയും എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ചാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഇതുപോലെ ഇങ്ങനെ പിന്നിൽ വന്നു നിൽക്കുന്നത്. ഇപ്പം കഠിനമായിട്ടുള്ളൊരു പ്രയത്നം ഇപ്പം ഒരുവിധം ഇന്ന് കുഴപ്പമില്ല. ബിസിനസ്സൊക്കെ ഒരുവിധം ഒക്കെ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ പിന്നെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ്. അപ്പം എനിക്കറിയാവുന്നതും ഈ ഒരു തൊഴിലായതുകൊണ്ട് അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതിന് ശേഷം പതിയായാലും വിജയിപ്പിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മേഖല ഇപ്പോൾ തിരഞ്ഞെടുത്തത്. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയുടെ ഇടവകാംഗങ്ങളും നാട്ടുകാരും പുതിയ സംരംഭത്തിന് സഹായവുമായി കൂടെ എത്തി. ടോണിയുടെ അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും പിന്തുണയായി ഒപ്പമുണ്ട്. സന്നദ്ധ സംഘടന സംഭാവന ചെയ്ത വീൽചെയറിൽ കടയിലെത്തുന്ന ടോണി ഇറച്ചി വെട്ടുകയും വൃത്തിയാക്കുകയും ചെയ്യും. ഒരിക്കൽ ജീവിതമാകെ നിലച്ചെന്ന് കരുതിയ ടോണി ഇന്ന് നല്ലൊരു കച്ചവടക്കാരനാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരുന്നവർക്ക് പ്രത്യാശയുടെ സന്ദേശം പകരുന്നതാണ് ഈ 28-കാരൻ്റെ ജീവിതം. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.